ചേച്ചേ പിരിവ് മറക്കണ്ട. പോരെ. ഭഗവാനെ, ഈ വെടിപ്പണിക്കാരുടെ പറ്റു മുഴുവൻ തീർത്ത് കിട്ടണേ, അല്ലെങ്കിൽ ഞാൻ അധോഗതിയായി പോവും. മകനെ അയ്യപ്പൻ പിള്ളേ, എന്നെ വിളിച്ചായിരുന്നോ? ആ, നീയായിരുന്നോ? മാത്തുക്കുട്ടി അച്ഛൻ വന്നായിരുന്നോ? നിന്റെ മാത്തുക്കുട്ടി ഞാൻ ഇവിടെയാണോ അല്ലി ഇറങ്ങുന്നത്? നീ ആ കരിമല സാധനം ഇവിടെ പോയി നോക്ക്. അതൊക്കെ അടിക്കും മാനില് കൊഴിഞ്ഞു പോകും. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അവിടെ നീ നിന്റെ കാര്യം നോക്കി പോടാ. ഇയാളിത് എവിടെ പോയി കിടക്കുക? ഞാനൊന്ന് നോക്കിട്ട് വരാം. അല്ലെങ്കിൽ വേണ്ട, ഞാനൊരു ചായ കുടിച്ചിട്ട് പോകാം. ആയിപ്പോട്ടോ, ഒരു സ്ട്രോങ് ചായ. നിന്റെ പറ്റാദ്യം ഒന്ന് തീർക്ക. ഒരു പറ്റ ആർക്കായാലും തെറ്റും. ഇപ്പൊ പറ്റിയിരിക്കുന്ന എനിക്കാ. പറ്റാൻ കിടക്കണല്ലേ ഉള്ളൂ. അല്ല, നീ ആ മാത്തുക്കുട്ടിയെ തിരക്കി പോകുന്നില്ല? ഏത് മൂത്തുകുട്ടി? പോവാൻ പറ. ഇവിടെ അതിലും വലിയൊരു കുട്ടി വരുമ്പോഴാ. അയ്യപ്പ ചേട്ടാ, ആ പാൽപാത്രം ഇപ്പൊ തരാലോ. അയ്യപ്പേട്ടാ, സലോമി കുട്ടിയുടെ പാത്രം കൊടുത്തേക്കൂ. പാത്രം ഇപ്പൊ കൊടുക്കാവില്ല. നീ പോരാ അവിടുന്ന്. അങ്ങനെ നോക്കല്ലേ, ഹൃദയം തകർന്നു പോകും. പഴം വേണോ? വേണ്ടേ? ഇതാ മോളെ. കൊച്ചേ, ഞാനും ഇവിടെ 2-3 ആടും മാടുമായിട്ടാ കഴിയുന്നവനാ. എല്ലാവരും കൂടി ഒരുമിച്ച താമസം? നീ പോരാ അവിടുന്ന്. സലോമി വരട്ടടാ. സലോമി കൊച്ചെ, കുറെ കാലമായി ഞാൻ പറയുക, എന്റെ ജീവിതം തകർക്കരുത്. തന്റെ ജീവിതം തകർക്കാൻ ഞാൻ എന്നെ ചെയ്തേ? അറിയില്ല അല്ലേ? ഞാനും പാല് കൊടുത്ത് നടക്കുന്നവനാ. അതിനിടെ കയറി ഒന്ന് ഓവർടേക്ക് ചെയ്ത് പാല് കൊടുക്കരുതെന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല അല്ലേ? അതെന്നോട് പറയണ്ട. അയ്യപ്പൻ ചേട്ടൻ പറഞ്ഞിട്ടാ ഞാൻ പാല് കൊണ്ടുവരുന്നത്. അയ്യപ്പൻ ചേട്ടൻ അല്ലേലും ഇത്തിരി വലിയ പാത്രം കാണുമ്പോ ഉടനെ കളയുന്ന ആളാ. മോനെ ഗോലക്ഷ, പാല് വെള്ളം ചേർക്കുന്ന പോലെ എന്റെ ബിസിനസിനകത്ത് നീ വെള്ളം ചേർക്കല്ലേ? ഇല്ല, ചേർക്കാറില്ല. കുട്ടി ധൈര്യമായിട്ട് കൊടുത്തോളൂ. പാല് മാത്രമല്ല, തൈരും മോരും രസം സാമ്പാറും എല്ലാം കൊടുത്തോളൂ. കുട്ടിക്ക് ലക്ഷക്കണക്കിന് അധ്വാനിക്കാത്ത തൊഴിലാളി വർഗത്തിന്റെ ജനപിന്തുണയുണ്ട്. തൽക്കാലം വേണ്ട. നീ ആരെ അമ്മ നമ്പ്യാരെ മോനോ? അല്ല, വീരപ്പാടെ. അയ്യോ, ഇവിടുത്തെ സംഭവങ്ങളൊന്നും അയാൾ അറിയാണ്ടിരുന്നാ മതിയായിരുന്നു. ആര്? നമ്മുടെ ഇത്താക്ക്. ശാസ്ത്രനോട് ചോദിച്ചാൽ ശരിയാവോ? അതെങ്ങനെയാ? ആരെ ഏതാ ആളാതെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഒന്നുമില്ല, ഞാൻ വെറുതെ ഇത്താക്കേട്ടനെ അല്ലെ പാറ മോളിന്ന് തള്ളിട്ടിട്ട് നമ്മുടെ തല അതിന്റെ ഇടയിൽ പെട്ടാൽ പിരിഞ്ഞി. തമാശ പറയാതെ കാര്യം പറ. അല്ലെ, പാർട്ടി സമ്മേളനത്തിന്റെ പിരിവ്. നിനക്ക് മാത്തൂട്ടി കൊണ്ട് കള്ളുപിടിക്കാനും പെണ്ണുപിടിക്കാനല്ലേ? ചില്ലി കാശാൻ തരികയല്ല. അല്ല, അത് കൊടക്കരുത്. കൊടക്കരുന്ന് പറയാമെന്നാ. ഇങ്ങോട്ട് വന്നാലും വേറെ പാറയുടെ അടിയിൽ ആലോചിക്കായിരുന്നു. സാറാമടുത്തേ, എന്നെയാടാ ജോസൂട്ടി? മാത്തുക്കുട്ടിച്ചാനെ കണ്ടായിരുന്നോ? അയാളെ ഞാൻ കണ്ടിട്ടുള്ളത് പോലെ വേറെ ആര് കാണാനാ? അതുകൊണ്ടുള്ള അയാൾ ഈ പരുവായത്. ചായ ഇങ്ങോട്ട് വന്നായിരുന്നോന്ന് ചോദിച്ചാ. അതിന് പകൽ അയാൾ എന്നെ കണ്ടാ തിരിച്ചറിഞ്ഞിട്ട് വേണ്ടേ? പതുക്കെ പറ, നാട്ടിക്കില്ലേ? ഇയാളിത് എവിടെ? ദൈവമേ, ഇതാരിയിരിക്കുവേ. ഹായ്, കല്ലുകൊണ്ട് ലഡ്ഡു ഉണ്ടാക്കി പഠിക്കാ. നമ്മുടെ മാത്തുക്കുട്ടിച്ചാനെ കണ്ടായിരുന്നോ? മുത്തു പൊഴിയാണെ ഞാൻ എടുത്തോളാം. കുട്ടി അതോർത്ത് വിഷമിക്കണ്ട. മാത്തുക്കുട്ടിച്ചാനെ കണ്ടായിരുന്നോന്ന്? എന്നാത്തിനാടാ ഇപ്പൊ മാത്തുക്കുട്ടിച്ചായനെ അന്വേഷിക്കുന്നേ? ടൗണിലൊരു കോളത്തുണ്ടേ, തിരുവനന്തപുരം വരെ ഒന്ന് പോവും ചെയ്യാ. 500 രൂപ വീഴും ചെയ്യും. ഏതവനെയാടാ കുപ്പിയിൽ ഇറക്കിയത്? 2 മിനിറ്റ് ആ ചുറ്റിയും തരാമോ? എന്നത്തിനാ? ഞാൻ ആ കരിമരുന്നിന്റെ പണി 5 മിനിറ്റിനുള്ളിൽ തീർത്തരാം. എന്റെ മോനെ, അത് ഇത്തിരി കൂടിയോന്നൊരു സംശയം. പണ്ട് ഞാൻ ഈ അടിവാരത്ത് കാലുകുത്തിയപ്പോ ചില എംബോക്കികൾ വിചാരിച്ചു ഇത്താക്ക് ഒരു ഉണ്ണാക്കനാണെന്ന്. എന്നാ കേട്ടോ, കുത്തി മരത്തിൽ ഞാൻ. എനിക്കതൊരു പുത്തരിയല്ല. ചോരമയം കണ്ടാലേ ഉറക്കം വരുമെന്നൊരു കാലം ഉണ്ടായിരുന്നു ഇത്താക്കിന്. അറിയാനാ? അതുപോരാ, കാണണ്ടവരൊക്കെ. എന്റെ ഇത്താക്കേട്ടാ, ഇനി പഴങ്കഥം പറഞ്ഞോണ്ടിരിക്കാതെ വീട്ടിലോട്ട് ചെന്നാട്ടെ. ആ പെങ്കൊച്ചവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അടിവാരത്തെ ഒരു ചെറ്റയെ അവിടെ തുണയരാം. കുത്തി മരത്തിൽ ഞാൻ. നിയമവും കോടതിയൊക്കെ ഇത്താക്കിന് പുല്ല. ജയിലെങ്കിൽ ജയില്, കൊലമരമെങ്കിൽ അങ്ങനെ. പഴയ ഉശിരുള്ള പോലീസുകാരന്റെ കിടപ്പ് കണ്ടില്ലേ? പാലക്കാട്ടെ ഇരട്ടക്കൊലപാതക കേസിൽ തലമാറ കഴിക്കില്ലേ തൂക്കുമരത്തിൽ നിന്ന് രക്ഷപ്പെട്ട്. എന്നിട്ടാ വീരവാദം. പള്ളിയിൽ അച്ഛൻ ഈ അടിവാരത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ശേഷം മൂപ്പർക്ക് ഈ പ്രസംഗേ ഉള്ളൂ, പ്രവൃത്തിയില്ല. ആറാട്ടല്ലേ?
സലോമേ എന്നത്ര ചാച്ചൻ രാവിലെ വിളിച്ചു പോകുന്നേ? എടി എന്റെ ആ പുത്തൻ ഉടുപ്പ് എവിടെയെന്ന് ചാച്ചനൊന്ന് നോക്കിയാലെന്നാ? എല്ലാ കാര്യത്തിനും സലോമിയെ സലോമിയെ. ഇതെങ്ങനെ അവിടെ വന്നു? ആഹാ, ഇന്നലെ രാത്രി വന്ന് ഇത് ഇപ്പൊ തന്നെ നനച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ബഹളം കൂട്ടിയത് ഓർമ്മയുണ്ടോ? അതെങ്ങനെ വല്ല ലെവലും ഉണ്ടായിട്ട് വേണ്ടേ? ഇത് ശരിക്കും ഉണങ്ങിയിട്ടില്ലല്ലേ? ആ, ഇനി ഞാൻ ഉണക്കിയും കൂടി തരാം. നീ കിടന്ന കായ അവിടെ? ആ നീ മോട്ടിച്ചാണ്? ആ, പിന്നെ എനിക്കതല്ലേ പണി. കിട്ടുന്ന കാശ് മുഴുവൻ ഷാപ്പിൽ കയറി കളയുമ്പോ ഓർക്കണം. എന്നിട്ട് ഞാൻ മൂട്ടിച്ചെന്ന്. നീ എന്തൊരു കഴിക്കാൻ എടുത്തു വെക്ക്. രാവിലെ മൈക്കിളത്തിനെ കാണാന്ന് പറഞ്ഞതാ. അപ്പോ ഇന്ന് മടയിൽ പോകുന്നില്ലേ? ഓ പോന്നു. അച്ഛനെ കണ്ടിട്ട് ആ വഴിക്കാൻ മടയിലേക്ക് പോന്നു. ഇന്ന് നിനക്ക് നശിച്ചൊരു ഉപ്പാവ് മാത്രമേ ഉള്ളൂ. അതെ, രാവിലെ എണീറ്റ് ആടുകളെയും കറന്ന് പാലും കൊണ്ട് കൊടുത്ത ശേഷം ഇതെങ്കിലും തട്ടിക്കൂട്ടുന്നില്ലോ എന്നല്ല. ഇതിനെന്നെ ഇപ്പൊ കുഴപ്പം? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇതങ്ങോട്ട് ഇറക്കാനും ഇറക്കിയതിന് ശേഷം ആ കുഴപ്പം. ഉച്ചയ്ക്ക് ഇത് തന്നെയാ. സന്തോഷം. കയ്യുടെ ഒരിത്തിരി വെള്ളം എടുക്ക. അതെ, എനിക്കൊരു 25 രൂപ വേണം. അത്രയും മതിയോ? അത് മതി. ഒരു അത്യാവശ്യ കാര്യത്തിന്. ഒരു ചില്ലി കാശ് ഞാൻ തരത്തില്ല. ഈ പാലും മുട്ടയും വിറ്റ് നീ ഇതൊക്കെ കൂട്ടിയൊക്കെ എന്നാ പിന്നെ? ചാച്ചന്റെ കെട്ടുകല്യാണത്തിന് ഒരുപാട് ചെലവില്ലേ, അതിനാ. നിന്റെ ആടിനെയും കോഴിയൊക്കെ വെട്ടിയെടുത്താൻ ദൂരെ അറിയും. അവളുടെ ഒരു സമ്പാദ്യം. പോകുന്ന വഴിക്ക് കവലേന്ന് 2 പഴം കൂടെ വാങ്ങിച്ചോ. അതെ, വലിയ സ്നേഹമൊന്നും വേണ്ട. ആ, വൈകിട്ട് വരുമ്പോഴേ 4 കാലത്തിന് വരണം കേട്ടോ ചേച്ചാ. എവിടെയാ? പാൽക്കാരി പാൽക്കാരി കാട്ടിലാടിനെ മേറ്റി നടക്കും കസവു തട്ടക്കാരി കസവു തട്ടക്കാരി. ലോമി കൊച്ചെ, കുറച്ചു കാലമായിട്ട് ഞാൻ പറയുക എന്റെ പാലി പാറ്റ ഇടരുതെന്ന്. കൊച്ചു പാല് കൊടുത്ത് തുടങ്ങിയത് മുതൽ എനിക്ക് കച്ചവടം തീരെ ഇല്ലാതായി. സാരമില്ല, പറഞ്ഞോട്ടെ, എനിക്കത് സങ്കടമൊന്നുമില്ല. പക്ഷെ ലോമി അല്ലാതെ വേറെ വല്ലവരും ആണെങ്കിലുണ്ടല്ലോ, അവിടെ ജീവിതത്തിൽ പിന്നെ അവള് പാല് ഇറക്കത്തില്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾക്ക് 2 ആൾ കൂടെ ചേർന്ന് പാല് കച്ചവടം നടത്താം. ഒത്തിരി പശുക്കളെയൊക്കെ വെച്ച് ഒരു ഹോൾസെയിൽ പാൽ കമ്പനി. നമ്മുടെ പാൽ കമ്പനി ഇങ്ങനെ മിൽമ പോലെ വികസിച്ച് പോവില്ല. ഇതോടെ കേട്ടോളൂ. പിന്നെ നമ്മുടെ കമ്പനിയിലെ ലോമി മേസി, സിന്ധു, കൊറസോവ, നെപ്പോളിയൻ, വെച്ചൂർ പശുക്കൾ വരെ ഉണ്ടാവും. പിന്നെ ജമുന പ്യാരി. ആരും അറിയത്തില്ല ടോമി. ആരും കണ്ടില്ല. ഓളെ സലോമേ, നീ തന്നെ പിണങ്ങിയിരിക്കുവാന്നു. നോക്കിയേ, ചാച്ചൻ നിനക്ക് എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. ചാച്ചന്റെ പുന്നാര മോളെ. പുന്നാര മോള്? ചാച്ചൻ അങ്ങനെ വിചാരമുണ്ടോ? എങ്കിൽ ചാച്ചൻ ഇങ്ങനെ പാതിരാത്രി വരെ കള്ളം കുറിച്ച് നടക്കോ? അത് നാട്ടുകാർക്ക് മുഴുവനും അറിയാം. അതുകൊണ്ടല്ലേ ആർക്ക് വേണേലും എന്നെ വേണേലും പറയുകയും ചെയ്യാമല്ലോ. അതിന് ചാച്ചൻ എന്നെ അല്ലേ? എന്നാ പറ്റി മോളെ? എന്നെ ആരെന്നാ പറഞ്ഞു? രാവിലെ ഞാൻ ആടുകളെയും കൊണ്ട് പോയപ്പോ ആ ഗോപാലൻ എന്റെ പുറകെ വന്നു. എന്നിട്ട് അയാൾ എന്നെ. സാരമില്ല, നീയേ കഥ പറഞ്ഞ് കിടന്ന് ഉറങ്ങിക്കും. ചെല്ല, തല്ലിന് വഴക്കിനൊന്നും പോണ്ട ചാച്ച. ഉറങ്ങണേ. കഴിവറ മോനെ, ഇറങ്ങി വേണ. എന്താ മോനില്ല അവിടെ? എന്നതാ ഇത്താക്കെ? എന്നാന്ന് അവനോട് ചോദിച്ചോക്ക്. വിളിച്ചിറക്ക, ഇല്ലേ അതോട് കയറും.
ഇതെന്തിനാ മനസ്സിലായടാ? എന്തിനാ? ഒരവസ്ഥ പറ്റിപ്പോയതാ. അയ്യോ എന്റെ ചേട്ടനൊന്നും ചെയ്യല്ലേ. എന്നതാടാ ഇത്? ഇതെന്തിനാ മനസ്സിലായോ? ഇനി ഇതുപോലെ അബദ്ധം പറ്റാതിരിക്കാൻ എന്റെ പൊന്നേ, അവൻ എന്നാ ചെയ്തിട്ടാ നീ പോക്കൃതരം കാണിക്കുന്നേ? അവൻ കാണിച്ച ഭൂകൃതരം ഈ പെങ്കൊച്ചൂടായിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് പറയാൻ കൊള്ളുകയില്ല. നീ ഇതുപോലെ കാണിച്ച മോനെ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്നാ പറ്റിയിടാ നിനക്ക്? വീട്ടിൽ വെച്ച് ആ പിള്ളേർ പ്രായപൂർത്തിയായ കെട്ടിച്ചയക്കള് തന്നെയാണ് പറഞ്ഞു നടക്കുന്നു. പല്ലും പോയി പിന്നെ കരിപ്പൊടിയായിട്ട് നീയൊക്കെ കാരണമായ എന്റെ കല്യാണം നടക്കാത്തത്.